വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഞാൻ മാക്സിമം പ്രൊഡക്റ്റ് ആവാൻ വേണ്ടി നോക്കും. എന്നാലും ഞാൻ എണീറ്റപ്പോഴത്തേക്കും കുറച്ച് വൈകിപ്പോയി. ഇപ്പോൾ ടൈം ഏകദേശം 10:30 കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇനിയുള്ള ടൈം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ സാധാരണ പഠിക്കുന്നതും സ്റ്റഡി വ്ളോഗൊക്കെ എടുക്കുന്ന താഴത്തെ റൂമിലിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മേലെ ഇരുന്ന് പഠിക്കാമെന്ന്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു പഴയ ടേബിൾ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു തുണി വിരിച്ചു, എന്നിട്ട് ഇതിലിരുന്ന് പഠിക്കാൻ വിചാരിച്ചു. പിന്നെയാണെങ്കിൽ ഇവിടെ ഒരു ജനലുണ്ട്, അപ്പോൾ ഇവിടെ നല്ല വെളിച്ചം കിട്ടും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പഠിക്കുന്നത് ബോട്ടണിയാണ്. ബോട്ടണിയിൽ എനിക്ക് നാളെ മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് എക്സാം ഉണ്ട്. ക്ലാസ്സിലിപ്പോൾ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള. അപ്പോൾ ഒരു ദിവസം നമുക്ക് 4 സബ്ജക്റ്റാണ് വരിക. അപ്പോൾ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ ദിവസം 2 ചാപ്റ്റേഴ്സോ 1 ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചുകൊണ്ട് വരാൻ പറയും. ബോട്ടണിയിൽ ഇത് കുറച്ച് വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ സാധാരണ 2 ചാപ്റ്റർ പഠിച്ചുകൊണ്ട് പോകേണ്ടതായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ദിവസം 4 സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ ഒരു സബ്ജക്റ്റ് ഏകദേശം 1.25 മണിക്കൂറുണ്ട്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ കുറേ ടൈം എടുക്കും. ഒരു സബ്ജക്റ്റ് തന്നെ കുറേ നേരം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഈ ഒരു മോർഫോളജി ഫ്ലവറിങ് പ്ലാന്റ്സിന് മുമ്പ് പഠിച്ചായിരുന്നു യൂണിറ്റ് ടെസ്റ്റ് ഇട്ട സമയത്ത്. പക്ഷേ വൃത്തിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സൈലത്തിലൊരു ലൈവ് കണ്ട് ഒന്നും കൂടെ ഒന്ന് റിവൈസ് പോലെ പഠിക്കാമെന്ന് വിചാരിച്ചു. ലൈവ് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പഠിക്കുമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആ ചാപ്റ്ററിന് തന്നെ കുറച്ച് നോട്ട്സ് ഞാൻ HSS ലൈവിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് പിന്നെ ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പോലെ സെർച്ച് ചെയ്തു ആ ചാപ്റ്ററിൻ്റെ. എന്നിട്ട് അതിലത്തെ വീഡിയോസിൽ സൈലത്തിൻ്റെ തന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ അതേപോലെ പറയുന്നുണ്ടല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ ആ ഒരു PDF നോക്കി പഠിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് റിവൈസ് പോലെ പഠിച്ചതൊന്നും കൂടെ മറന്നു പോകില്ല. പിന്നെ എക്സാമൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി നന്നായിട്ട് ആൻസർ ചെയ്യാനും പറ്റും. ഗൈസ്, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കെമിസ്ട്രീൻ്റെ ഗ്രൂപ്പ് എടുത്ത് നോക്കിയപ്പോഴാണെങ്കിൽ മിസ് മെസ്സേജ് ഇട്ടതുണ്ടോ, നാളെ 2 ചാപ്റ്റർ കെമിസ്ട്രീൻ്റെ റിവിഷൻ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇനി കുറച്ചുകൂടെ പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചപ്പോൾ ഇനി കുറേ ഉണ്ട് ഗൈസ് പഠിക്കാൻ. പിന്നെ ഞാൻ ബൺമസ്ക പോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്നും കഴിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല, കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാനൊരു 8:30 ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചു. പിന്നെ കുറേ നേരം നെറ്റ് പോയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, നെറ്റ് പോയ സമയത്ത് ഞാൻ ബുക്ക് എടുത്ത് വായിക്കുകയോ പഠിക്കുകയോ ഒന്നും ആയിരുന്നില്ല ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയം കളഞ്ഞു. നെറ്റ് വന്നാൽ പഠിക്കാം, അല്ലെങ്കിൽ പോയി കിടന്നുറങ്ങാമെന്ന് വെച്ച് കുറേ നേരം നിന്നു. പിന്നെ ഒരു 10:30 10:45 ആയപ്പോഴത്തേക്ക് നെറ്റ് വന്നു. എന്തായാലും നാളെ കെമിസ്ട്രി 2 ചാപ്റ്റർ എക്സാം ഉണ്ട്. എന്തായാലും രാവിലെ 2ഉം കൂടെ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഒരു ചാപ്റ്റർ ഇപ്പോൾ പഠിക്കാം, ബാക്കി രാവിലെ എനിക്ക് പഠിക്കാൻ വെച്ച് സ്ട്രക്ചർ ഓഫ് ആറ്റം മാത്രം പഠിക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ആ ചാപ്റ്ററിൻ്റെ നോട്ട്സ് HSS ലൈവിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറയുന്നതും ലെങ്ത്ത് കുറവുള്ളൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് എജുപോർട്ടിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ടോപ്പിക്സ് മാത്രം ഞാൻ പഠിച്ചു. അപ്പോൾ അത്യാവശ്യം ആ ഒരു ചാപ്റ്റർ കവർ ചെയ്തു. പിന്നെ ഞാൻ ബാക്കി റിഡോക്സ് റിയാക്ഷനും കൂടി എക്സാം ഉണ്ട്. അപ്പോൾ അത് രാവിലെ പഠിക്കാൻ വെച്ചാൽ അലാറം വെച്ചു. പക്ഷേ ഞാൻ എണീറ്റില്ല. എന്നിട്ട് 7 മണിയായപ്പോഴത്തേക്ക് എണീറ്റ് 8 മണിക്ക് ഒരുങ്ങി സ്കൂളിൽ പോയി. പക്ഷേ ഭാഗ്യത്തിന് ക്ലാസ്സിൽ വന്ന കുട്ടികൾ കുറവായിരുന്നു, കുറേ പേര് ആബ്സെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മിസ് പിറ്റേ ദിവസത്തോട്ട് എക്സാം മാറ്റി വെച്ചു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.